ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷമീസ് ക്രിയേഷൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിടിലൻ ഒരു പുഡിങ്ങാണ്. നല്ല ഐസ്ക്രീം ടേസ്റ്റുള്ള നല്ല അടിപൊളി കസ്റ്റാർഡ് ക്യാരമൽ പുഡിങ്ങാണ് കേട്ടോ. നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിലുള്ളൂ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്കിത് മെഷറിംഗ് കപ്പൊന്നും ഇല്ലാത്ത തന്നെ നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കാം. എൻ്റെ വീട്ടിലുള്ള സാധാരണ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കാൽ ഭാഗത്തിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ പഞ്ചസാരൊക്കെ ഇതുപോലെ ക്യാരമലായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കരിഞ്ഞു പോയാൽ നമ്മൾ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് പാത്രത്തിലാണെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഈ ക്യാരമൽ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഒരു കേക്ക് ടിന്നിലാണ് ഇത് സെറ്റാക്കിയിട്ടുള്ളത്. ഇവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. പാൽ നമുക്ക് ചൂട് കട്ടിലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതൊന്ന് ചൂടാകാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ പാലൊന്ന് ചൂടാകുമ്പോൾ 3/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പാലൊക്കെ ചൂടായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാലിലേക്ക് ചൂടായ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കസ്റ്റാർഡിൻ്റെ മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കട്ട കട്ടാൻ സാധ്യത ഉണ്ട്. ഇത് ചെറുതായിട്ട് തിക്നെസ്സിലൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് തിക്കാവണം കേട്ടോ. അതുവരെ ഇതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി നല്ലതായിട്ട് തിക്കായിട്ട് വരും. ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് പുഡിങ് ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കാരമലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം. 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും കേട്ടോ. ഈ ഫ്രിഡ്ജിൽ വെക്കാതെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് സെറ്റ് ആയതിനു ശേഷം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ടേസ്റ്റിലുള്ളൊരു പുഡിങ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.